മിന്നുന്നതൊന്നും പൊന്നല്ല മമ്പാട് സാറേ. മുൻ പോലീസ് ഓഫീസറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് പോക്സോ കേസിൽ അറസ്റ്റിലായി എന്ന വാർത്ത ഞെട്ടലോട് തന്നെയാണ് കേരളം കേട്ടത്. ഞെട്ടാതെ തരവുമില്ല. അത്രയേറെ മധുരം തുളുമ്പുന്ന, വികാരം മുറ്റി നിൽക്കുന്ന വാക്കുകളിലൂടെ കുട്ടികൾക്ക് മോട്ടിവേഷനും ലഹരിവിരുദ്ധ ക്ലാസും നൽകുന്ന ആൾ പോക്സോ കേസിൽ പെട്ടോ എന്ന് ചിന്തിക്കാത്തവർ ആരാണ്? വ്യാജ പോക്സോ കേസുകൾ പലരുടെയും ജീവിതം നശിപ്പിക്കാൻ ദുരുപയോഗം ചെയ്യാറുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ വ്യാജ പീഡന പരാതികൾ നമ്മൾ കണ്ടുവരുന്നുമുണ്ട്. പക്ഷേ ഈ മനഃശാസ്ത്ര മേഖലകളിൽ എവിടെയെങ്കിലും പീഡന പരാതികൾ കുട്ടികൾ പറഞ്ഞാൽ ഉറപ്പായും നമ്മളത് ശ്രദ്ധിക്കുക തന്നെ വേണം. മമ്പാടൻ സാറിനെപ്പോലെ കുട്ടികളുടെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള അടവുമായി നടക്കുന്നവർക്ക് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസിയായി സാധിക്കും. കുട്ടികളുടെ ദൗർബല്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഇവർ കുട്ടികളെ ചതിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അവിശ്വസനീയമായിരിക്കാം. മമ്പാടൻ സാർ അക്കാഡമിക്കലി കൗൺസിലിംഗ് ചെയ്യാൻ യോഗ്യതയുള്ള ആളാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ വാക്ചാതുരിയിൽ വീണുപോകുന്നവർ ധാരാളമാണ്. 2 ലക്ഷം രൂപ വരെയൊക്കെ പ്രതിഫലം വാങ്ങി മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോകാൻ താല്പര്യം കൂടുതലായിരിക്കും രക്ഷിതാക്കൾക്ക്. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള കൗൺസിലിംഗ് അനുഭവത്തിൽ ഒരിക്കൽ കൗൺസിലിങ്ങിന് പോയതിൻ്റെ ട്രോമ മാറാൻ വീണ്ടും മറ്റൊരാളിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോകേണ്ട ഗതികേടുള്ളവർ ധാരാളമുണ്ട്. ആ ഇനത്തിൽ എനിക്കും ഇതുവരെ 10ഓളം ക്ലയൻസിനെ കിട്ടിയിട്ടുണ്ട്. അതിലൊരു 15കാരി കുട്ടിയും ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞത് ആ ഫേമസ് ആയ സൈക്കോളജിസ്റ്റ് ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. നമ്മുടെ സിനിമാ താരവും ആങ്കറുമായ ജുവൽ മേരി ഇതേ അനുഭവം തൻ്റെ FB പേജിൽ പങ്കുവച്ചിരുന്നു. ക്ലയൻസിൻ്റെ കിടപ്പറകളിലേക്ക് ഫോക്കസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഊളത്തരം സ്വന്തം ദാരിദ്ര്യത്തെ കാണിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഈ സൈക്കോളജിസ്റ്റുമാരൊന്നും അറിയുന്നേയില്ല. അവർക്കിഷ്ടമില്ലാത്ത അവരുടെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ച് നിർവൃതി അടയുന്ന മാനസികാരോഗ്യ പ്രവർത്തകർക്കറിയില്ല ആ പാവങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രോമയിലേക്ക് തള്ളിവിടുകയാണെന്ന്. അവർ സ്വയം കൗൺസിലിങ്ങിന് വിധേയരാകാൻ വരുന്നവരാണ്. അവർക്ക് പങ്കുവയ്ക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അവർ ഉറപ്പായും പങ്കുവയ്ക്കും. അതിനാണല്ലോ കൗൺസിലിങ്ങിന് വരുന്നത്. നമ്മൾ അതിനുള്ള വഴി മാത്രം തെളിയിച്ചു കൊടുത്താൽ മതി. അല്ലാതെ അവരെ ആ വഴിയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. തനിക്ക് മുന്നിലിരിക്കുന്നവരുടെ കിടപ്പറയിലേക്ക് സൂക്ഷ്മദർശിനി വയ്ക്കുന്ന മാനസികാരോഗ്യ വിദഗ്ധരെ, നിങ്ങൾ ആ നിമിഷം മുതൽ തെറാപ്പിസ്റ്റിൽ നിന്നും റേപ്പിസ്റ്റായി മാറുകയാണ് ആ ക്ലയൻറ്റിന് മുന്നിൽ. നമ്മുടെ പല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരും, അതും ചൈൽഡ് സൈക്കോളജിയിൽ PhD ഉള്ളവർ, പോക്സോ കേസിൽ പ്രതികളാണ്. ഇതൊക്കെ ചതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ചതിക്ക് മറ്റെന്തെങ്കിലും അർത്ഥമാണുള്ളതെന്ന് വിശ്വസിക്കേണ്ടി വരും. മാനസികാരോഗ്യ പ്രവർത്തകർക്ക് മാനസികാരോഗ്യം ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്തിടത്തോളം കാലം നമ്മുടെ കുട്ടികളെ ഇവരുടെ മുന്നിൽ നമ്മൾ സേഫാക്കി തന്നെ നിർത്തുക. അല്ലാതെ അവർക്ക് വിധേയരാകാൻ വിട്ടുകൊടുക്കരുത്. സാന്ത്വനം തേടിയെത്തുന്നവരുടെ മനസ്സിൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് നിർവൃതി അടയും മുമ്പ് സ്വന്തം തൊഴിലിൻ്റെ മഹത്വം ഓർക്കുന്നത് നന്നായിരിക്കും. ഒരാൾ നമ്മുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ നമ്മൾ അയാളുടെ വേദനയുടെ വാതിലുകളാണ് തുറക്കേണ്ടത്, അല്ലാതെ കിടപ്പറയുടേതല്ല.